Good morning. Good morning, Morning, ma'am. miss. Ma'am. Good morning, ma'am. Good morning. Morning, miss. Good Good morning, ma'am. morning. Good Good morning, morning, miss. miss. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രേയർ ആരാണ്? ഞാനാണ് മിസ്. ഓക്കെ. Bind us together, Lord, bind us together with cords that cannot be broken. Bind us together, God, bind us together, God, bind us together in love. There is only one God, there is only one King. There is only one body, that is why we sing. Bind us together, Lord, bind us together with cords that cannot be broken. ഓക്കെ, സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ. ഞാനാണ് മാം. Good morning, everyone. I would like to start with a poem. With the books in hand and dreams in sight, let's welcome this day with joy and light. I warmly welcome our teacher and all my classmates to today's class. Thank you, ma'am. The thought of the day. ഞാനാണ് മിസ്. Good morning, everyone. My name is Tessie. Thought of the day. Every successful person has a painful story. Painful story has a successful ending. Accept the pain and get ready for success. Thank you. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മള് ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്ത കാര്യം ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് ബ്രീഫ് ചെയ്യാമോ? എക്സ്പ്ലെയിൻ ചെയ്യാമോ? Can you explain in English? Anybody? മാം, ഇന്ന് ജിഷ മാമിന്റെ ക്ലാസ് അല്ലേ? ഇന്ന് ജിഷ മാമിന്റെ ക്ലാസ് ആണ്. ജിഷ മാം ലീവാണ്. ഓക്കെ. മാം എന്നാണ് ഇത് പ്രോജക്റ്റ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് വീക്ക് ചെയ്താൽ മതിയോ? മൺഡേയിൽ മതിയല്ലേ? ആ മതി. ഓക്കെ, താങ്ക് യു. പറഞ്ഞത് തേഴ്സ്ഡേ അല്ലേ പറഞ്ഞത്? ആക്ടിവിറ്റിയാണ് മൺഡേ പറഞ്ഞത്. ഓക്കെ, തെസ്ഡേ ആണല്ലേ പറഞ്ഞത്. ഓക്കെ, തെസ്ഡേ ചെയ്താൽ മതി. നെക്സ്റ്റ് വീക്ക് ചെയ്താൽ മതി. എന്തായാലും ഓക്കെ. ഒന്ന് ബ്രീഫ് ചെയ്യാനോ ആരെങ്കിലും? ഇന്നലെ പറഞ്ഞത് നമ്മള്
മാം ഞാൻ പറയാമോ? നിങ്ങളുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ, നിങ്ങളോട് തന്നെ പറയാനായിട്ട് പറയുന്നത്. ഓക്കെ, സജന പറഞ്ഞോളൂ. Yesterday we talk about food, nutrition and balanced diet. Children needs healthy food for their growth and development. The food should be rich in nutrients and proteins, carbohydrates and minerals. Food is necessary to daily lives. All food have calories. All food have different calories. Food is needing food needs are depend on the work, energy, weight, and genetic and climate. The process of food in the human body is called metabolism. Classification of foods are energy suppliers, body builders, and protective food. Okay. നെക്സ്റ്റ് ആ കോൺസ്റ്റിറ്റ്യൂയൻസ് ഓഫ് ഫുഡ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ആ പോയിന്റ്സ്, 4ാമത്തെ പോയിന്റ്സ് കൊടുത്തിരിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാൻ, എന്നിട്ട് തമ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രോട്ടീൻസിനെ കുറിച്ചിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രോട്ടീൻസ് ആർ നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ദേ കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ. അതായത് ബോഡിയുടെ വളർച്ചയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ. ഓക്കെ, ഇനി പ്രോട്ടീൻസ് ആർ 2 types. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് ആനിമൽ പ്രോട്ടീൻസും 2 വെജിറ്റബിൾ പ്രോട്ടീനുമാണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമൽ പ്രോട്ടീൻ ആൻഡ് വെജിറ്റബിൾ പ്രോട്ടീൻ? എന്താണ് വ്യത്യാസം ആനിമൽ പ്രോട്ടീന്റെയും വെജിറ്റബിൾ പ്രോട്ടീന്റെയും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ആനിമൽ പ്രോട്ടീൻസിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും. എന്താണ് മോളെ, എന്താണ് സൂചന? ഫാറ്റ് കൂടുതലായിരിക്കും. കൂടുതലാണ്. ഓക്കെ, ഓക്കെ. പിന്നെ വെജിറ്റബിൾ പ്രോട്ടീൻ ആണെങ്കിലോ? വെജിറ്റബിൾ പ്രോട്ടീൻസ് ആണെങ്കിൽ ഡൈജഷന് എളുപ്പമായിരിക്കും. ഡൈജഷന് എളുപ്പമായിരിക്കും അല്ലെ? ഓക്കെ, അതായത് 2 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. ആനിമൽ പ്രോട്ടീന്റെ സോഴ്സ് എന്ന് പറയുന്നത് ആനിമൽസ് ആണ് കേട്ടോ. ഓക്കെ, മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന കൊഴുപ്പിനെയാണ് നമ്മള് ആനിമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്, കാരണം ഫാറ്റ് കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 9 അല്ലെങ്കിൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട്. 9 അമിനോ ആസിഡുകളുടെ ഒരു കൂട്ടം ഇതിനകത്തുണ്ട്, ആനിമൽ പ്രോട്ടീനിലുണ്ട്. ഞാൻ നോട്ട് തരാം കേട്ടോ. അതുപോലെ തന്നെ ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് സ്വയം നിർമ്മിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ആനിമൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടർ ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് വെജിറ്റബിൾ പ്രോട്ടീൻ. വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാല് കംസ് ഫ്രം നോൺ അനിമൽ, അതായത് പ്ലാന്റ്സിൽ നിന്ന്, മൃഗങ്ങളല്ലാത്ത പ്ലാന്റ്സിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ് പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ത് ഈ ഒരു വെജിറ്റബിൾ പ്രോട്ടീന്റെ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് ഹെൽത്തിയർ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് എന്ത് വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഡിഫറൻസ് ക്ലിയർ ആണോ? ഓക്കെ ആണ്. ദെൻ എഴുതിക്കോളൂ കേട്ടോ, ആനിമൽ പ്രോട്ടീൻ എന്താണെന്ന് എഴുതിക്കോളൂ. Animal protein refers to
Animal protein refers to protein. മിസ് ഒന്നും കൂടി പറയോ? Animal protein refers to. Animal protein refers to protein that comes from animal sources. Animal sources. Animal sources. It's considered പരിഗണിക്കുന്നത് കേട്ടോ, complete protein. Because it contains മിസ് ഒന്നും കൂടി പറയോ? എവിടം വരെ എഴുതിയത്? ബിക്കോസ് തുടങ്ങി. Because it contains അടങ്ങിയിരിക്കുന്നത്. It contains 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 all 9 essential amino acid. All 9 essential amino acid. Essential. All essential amino acid. All 9 essential amino acid that cannot make it sound. Cannot കഴിഞ്ഞിട്ട് make MAKE. Cannot make it sound. It's own. OWN. ഈ ഒരു അനിമൽ പ്രോട്ടീനിലാണ് ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ് ഉള്ളത്. അത് നമ്മുടെ ബോഡിക്ക് സ്വയമേ നിർമ്മിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് അറിയപ്പെടുന്ന പ്രോട്ടീൻ ആണ് ആനിമൽ അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഏതിലൊക്കെയാണ് ഇപ്പൊ ആനിമൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും ആനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങൾ, ജീവികളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പ്രോട്ടീൻ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഏതിലൊക്കെയാണ് ഇതുള്ളത് ആനിമൽ പ്രോട്ടീൻസ്? അതിന്റെ കണ്ടന്റ് ഏതിലൊക്കെയാ ഉള്ളത്? മിൽക്ക്, എഗ്, മീറ്റ്. മീറ്റിലുണ്ടാകാം. അതുപോലെ തന്നെ പോർക്ക്, ലാമ്പ്, ചിക്കൻ, ടർക്കി, ഡക്ക്. ഓക്കെ, മീറ്റ്, ലാമ്പ്, പോർക്ക്, ചിക്കൻ, ടർക്കി, ഡക്ക്, ഫിഷ്, എഗ്, ഡയറി പ്രൊഡക്ട്സ്. ഓക്കെ, മിൽക്ക്, അതുപോലെ തന്നെ ചീസ്, യോഗട്ട്, അത്തരം ഡയറി പ്രൊഡക്റ്റുകളിലൊക്കെ എന്തുണ്ടാവാം? ഈ ഒരു ആനിമൽ പ്രോട്ടീന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് വെജിറ്റബിൾ പ്രോട്ടീൻ. ഓക്കെ, വെജിറ്റബിൾ പ്രോട്ടീൻ ഹെഡിങ് കൊടുക്കുക. Vegetable protein comes from non-animal sources.
vegetable protein comes from non-animal sources and it is considered, okay, and it is considered healthier of the body. Sorry, healthier for the body. Healthier for the body. മിസ് ആദ്യം തുടങ്ങി പറയാം. Vegetable protein comes from non-animal sources and it is considered healthier for the body. And it is considered healthier for the body. Okay. അപ്പൊ ഏതൊക്കെയായിരിക്കും വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉള്ള പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? and fruits. വെജിറ്റബിൾസ് വരാം, ഫ്രൂട്ട്സ് വരാം, അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ് മുഴുധാന്യങ്ങൾ വരാം, നട്ട്സ് ആൻഡ് സീഡ്സ്, ഇതൊക്കെ വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉള്ള ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തത് എക്സാമ്പിൾ ഒന്നും വെജിറ്റബിൾസ് പ്രോട്ടീൻ്റെ അല്ലെ. ഒന്ന് വെജിറ്റബിൾസ്, പ്രധാനമായിട്ടും വെജിറ്റബിൾസ് ഉണ്ട്. അതുപോലെ ഹോൾ ഗ്രെയിൻസ്, മുഴുധാന്യങ്ങൾ എന്ന് പറയും. ഓക്കെ, ഹോൾ ഗ്രെയിൻസ്. ദെൻ നട്ട്സ് ആൻഡ് സീഡ്, നട്ട്സ് ആൻഡ് സീഡ്. അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻ ഉള്ള ഒരു പ്രധാന ഫുഡ് ഐറ്റം ആണ്, നമുക്കൊക്കെ ഇഷ്ടമായിരിക്കും ചിലപ്പോ അല്ലെ, നമ്മൾ മീറ്റിനൊക്കെ പകരമായിട്ട് വെജിറ്റേറിയൻസ് ഉപയോഗിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ട്. എന്താ അത്? അറിയാമോ? സോയാബീൻ. അതും വെജിറ്റബിൾ പ്രോട്ടീന്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ്, സോയാബീൻ. ഇനി പ്രോട്ടീനിന്റെ ആവശ്യകതകൾ അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട റിക്വയർമെന്റ് എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരാളൊന്ന് വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ആ 4 പോയിന്റ്. The growth and development of cells. കോശങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയിട്ട്. The renewal of repetition. Repetition means എന്താണ് റിന്യൂവൽ ഓഫ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത്? അമിനോ ആസിഡ് പ്രൊഡക്ഷൻ ആണ് കേട്ടോ. റിന്യൂവൽ ഓഫ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസിങ് അമിനോ ആസിഡ്, പ്രൊഡ്യൂസിങ് അമിനോ ആസിഡ് ആണ് റിന്യൂവൽ ഓഫ് റെപ്പിറ്റേഷൻ വരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് വായിച്ചോളൂ. the formation of enzymes, hormones, etc. എൻസൈമുകളുടെയും ഹോർമോണുകളുടെയും നിർമ്മാണത്തിന്. പിന്നെ ലാസ്റ്റ് പോയിന്റ്, the production of energy in the body. ബോഡിയില്, ശരീരത്തില് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, അപ്പോ ആദ്യത്തെ പോയിന്റ് ആണ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ് അല്ലെ. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുണ്ട്, കോശങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം അല്ലെ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് സെല്ലുകളാൽ നിർമ്മിതമാണ് അല്ലെ. അപ്പോ ആ സെല്ലുകളുടെ വളർച്ചയ്ക്കും അതിന്റെ വികാസത്തിനും വേണ്ടിയിട്ട് പ്രോട്ടീൻസ് സഹായിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ ദ റിന്യൂവൽ ഓഫ് റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു, ബോഡിക്ക് തനിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, അമിനോ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ അമിനോ ആസിഡിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത്, ഈ ഒരു പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ഫോർമേഷൻ ഓഫ് എൻസൈംസ്, ഹോർമോൺസ് എക്സെട്ര. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചില രാസാഗ്നികളുണ്ട്, ഹോർമോണുകളുണ്ട്, അതിന്റെയൊക്കെ രൂപീകരണത്തിന് സഹായിക്കുന്നതും പ്രോട്ടീൻസ് ആണ്. Then the production of energy in the body. നമ്മുടെ ശരീരത്തില് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും പ്രോട്ടീൻ ആണ്. പ്രോട്ടീന്റെ വലിയൊരു പങ്കുണ്ട് എനർജി പ്രൊഡക്ഷനിൽ. ഓക്കെ, അപ്പൊ പ്രോട്ടീൻസിനെ കുറിച്ച് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ ആണോ?
അടുത്തത് ഫാറ്റ്സ് ആണ് കേട്ടോ. ഫാറ്റ്സ്. ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫാക്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സി വേണ്ട കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത്? അതെ. ആണല്ലേ. അപ്പൊ സിയുടെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ. ഫാറ്റ്സ് ആൻഡ് സോയിൽ കൺസിസ്റ്റ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഫാറ്റ്സ് ആർ 2 types. ഫാറ്റ്സ് എന്ന് പറയുന്നത് അതിനകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട്. ഓക്കെ. ഞാനൊരു കാര്യം പ്രത്യേകമായിട്ട് പറയട്ടെ. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ മാത്രം എടുക്കുന്ന രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ പോവേണ്ടത് കേട്ടോ. ഈ ചാപ്റ്റർ ആയതുകൊണ്ടാണ് കുറെ അധികം കാര്യങ്ങൾ, ഫാക്റ്റുകൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇന്ററാക്റ്റീവ് സെഷനിലൂടെയാണ് പോവുക, കഥയൊക്കെ പറഞ്ഞ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങി അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ മസിൽ പിടിച്ചിരിക്കുവാണെന്ന് ആരും വിചാരിക്കരുതേ. ഓക്കെ. അപ്പോ എന്തൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പിന്നെ 2 ടൈപ്പ് ഉണ്ട് ഫാറ്റ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഫാറ്റ് ആണ് ഉള്ളത്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ്, രണ്ടാമത്തത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. ആരാണ് ഓൺ ചെയ്തിരിക്കുന്നത്? മൈക്ക് ഓഫ് ചെയ്യട്ടോ. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ പൂരിത കൊഴുപ്പെന്നാണ്. കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ. ഓക്കെ. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ അപൂരിത കൊഴുപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഇൻക്രീസ് ദ കൊളസ്ട്രോൾ കണ്ടന്റ് ഓഫ് ദ ബ്ലഡ്. യൂഷ്വലി the fats derived from plants are unsaturated. Butter, ghee, egg yolk, groundnuts, milk, fish, etc. are the main source of fat. ഓക്കെ. അപ്പൊ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ പൂരിത കൊഴുപ്പാണ്. അതായത് ഫാറ്റ് കൂടുതലുള്ളതാണ്. അത് നമ്മുടെ ബ്ലഡില് കൊളസ്ട്രോളിന്റെ കണ്ടന്റ് കൂട്ടുന്ന ഫാറ്റ് ആണ് എന്ത്? സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ബട്ടർ കഴിച്ചാലോ, ഗീ കഴിച്ചാലോ, എഗ് കഴിച്ചാലോ, ഇത് ആവശ്യത്തിൽ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താവും? കൊളസ്ട്രോൾ കണ്ടന്റ് കൂടും അല്ലെ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ബ്ലഡില് കൊളസ്ട്രോൾ കണ്ടന്റിനെ കൂട്ടുന്ന ഒരു തരം ഫാറ്റ് ആണ് എന്ത്? സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണെന്ത്? അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് അത് ഡിറൈവ് ചെയ്യുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾ ഓയിൽ, നട്ട്സ്, സീഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റിന്റെ ഗണത്തിലാണ് കൂടുതലായിട്ട് പെടുന്നത്. ഓക്കെ. അപ്പൊ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാല് ശരീരത്തിൽ കൊളസ്ട്രോൾ കണ്ടന്റ് കൂട്ടുന്നു. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ആണ് ഫാറ്റ്, അതായത് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ലെസ് ആണ്. വെജിറ്റബിൾസിൽ നിന്നാണ് കൂടുതൽ, അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്കത് കിട്ടുക. ഓക്കെ. വെജിറ്റബിൾ ഓയിൽ, നട്ട്സ് ആൻഡ് സീഡ്സ് ഒക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് കാർബോഹൈഡ്രേറ്റ് കേട്ടോ. ഒരാള് വായിക്കൂ, വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Carbohydrates. Carbohydrates are made up of carbon, hydrogen, and carbohydrates. Carbon and oxygen ആണ് കാർബോഹൈഡ്രേറ്റ്സ് ആവുന്നത്. Stuffy food, sugar and fruits are the main sources of carbohydrates. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഷുഗർ, ഫ്രൂട്ട്സ് ആണ് മെയിൻ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്. സ്റ്റഫി ഫുഡ്, അത് ഷുഗർ, പഞ്ചസാര, ഫ്രൂട്ട്സ് ഒക്കെയാണ് മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആർ റിക്വയർഡ് ഫോർ ദ ബോഡി പ്രിസർവ് ദാറ്റ് മെറ്റബോളിസം ലെവലാക്കാൻ കാർബോഹൈഡ്രേറ്റ്സ് വളരെ ആവശ്യമുള്ള ഘടകമാണ്. ടു സ്റ്റാറ്റിഫൈ ഹങ്കർ ആൻഡ് സിസ്റ്റമാറ്റിക് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലാക്കാൻ കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്. പിന്നെ നമ്മുടെ വിശപ്പ് അകറ്റാനും കാർബോഹൈഡ്രേറ്റ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു.
നിങ്ങൾ എല്ലാവരും കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാറുണ്ടോ? Rice. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡ് ഏതാണ് നിങ്ങൾ എല്ലാവരും? Rice. Rice ചോറ്. റൈസ് ആണല്ലേ? ഓക്കെ. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ്. എന്താണ് നമുക്ക് റൈസിനോട് ഇത്ര പ്രിയം തോന്നാൻ കാരണം? പ്രധാന ഭക്ഷണമാണ്. Satisfy the hungry. ആ ഓക്കെ. സാറ്റിസ്ഫൈഡ്, ഹംഗ്രി. ഓക്കെ, അതൊരു പോയിന്റ് ആണ്. പിന്നെ എനർജി കിട്ടും. എനർജി തരും അല്ലേ? ഓക്കെ, എനർജി തരും. നമ്മുടെ വയറ് മാത്രമാണോ സാറ്റിസ്ഫൈഡ് ആവുന്നേ? അല്ല, മനസ്സും. Also. റൈസ് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് മാത്രമല്ല നിറയുന്നത്, മനസ്സും കൂടിയാണ് നിറയുന്നത്. അതാണ് വ്യത്യാസം കേട്ടോ. മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നല്ലെങ്കിൽ മറ്റ് ഫുഡ് ഐറ്റംസിൽ നിന്ന് ഈ ചോറ് എന്ന് പറയുന്നത് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വയറിന്റെ കാര്യം അവിടെ രണ്ടാമതാ വരുന്നത്. ഓക്കെ, ഞാൻ ചോദിച്ചു എന്നുള്ളത് എന്താണെന്ന് കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാല് അതിനകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. Then stuffy food, sugar and fruits are the main sources of carbohydrates. Carbohydrates എന്ന് പറഞ്ഞാൽ സ്റ്റഫി ഫുഡ്, ഷുഗർ, ഫ്രൂട്ട്സ്, ഇതൊക്കെ എന്താണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ആണ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോഡിക്ക് ആവശ്യമാണ്. മെറ്റബോളിസത്തെ ഹീറ്റ് ചെയ്യും, മെറ്റബോളിസത്തെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ലെവല് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവല് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ് സഹായിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അല്ലെ? നമ്മളിപ്പോ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് അല്ലെ, ഒരു സദ്യ കഴിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കുവാണെങ്കിലോ ചോറ് കഴിക്കുവാണെങ്കിലോ ഒക്കെ എന്താണ് ഭയങ്കരമായിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. നഫി ഫുഡ് എന്ന് പറഞ്ഞാൽ നിറച്ച ഭക്ഷണം, അതായത് കൊഴുപ്പ് കൂടിയ ഭക്ഷണത്തെയാണ് ഈ പറയുന്നത് കേട്ടോ. സ്റ്റഫി ഫുഡ്. ഓക്കെ, അടുത്തതാണ് മിനറൽ സാൾട്സ്, ധാതു ലവണങ്ങൾ. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആരാണ് മിനറൽ സാൾട്സ് ആരാണ് വായിക്കുക? ഒരാളൊന്ന് വായിക്കാമോ മിനറൽ സാൾട്സ്? Mineral salts are important for the normal functioning of the human body. സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ ത്വരിതപ്പെടുത്തുന്നതിന് മിനറൽ സാൾട്സ് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂസ്. ഇത് ടിഷ്യൂസ് റിപ്പയർ ചെയ്യാനും വളരാനും സഹായിക്കുന്നു. Some of the very important minerals are calcium, phosphorus, potassium, iron, copper, iodine, etc. ചില ഇമ്പോർട്ടൻ്റ് മിനറൽസ് ആണ് കാൽസ്യം, ഫോസ്ഫറസും, പൊട്ടാസ്യവും, അയണും, കോപ്പറും, അയോഡിനും. Their sources are butter, milk, cheese, fish, egg, meat, liver, pineapple, groundnuts, etc. സോഴ്സസ് ആണ് ഈ ബട്ടറും, മിൽക്കും, ചീസും, ഫിഷും, എഗ്ഗും, മീറ്റ്, ലിവർ, പൈനാപ്പിൾ ആൻഡ് ഗ്രൗണ്ട്നട്ട്സ് എക്സെട്ര. ഓക്കെ, അപ്പൊ മിനറൽ സാൾട്സ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഫങ്ഷനിങ്, അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു ഇതാണ് മിനറൽ സാൾട്സ്. ഇത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ടിഷ്യൂസിന്റെ റിപ്പയറിങ്ങിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. ചില പ്രധാനപ്പെട്ട മിനറൽസ് എന്ന് പറയുന്നത് കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, അയഡിൻ എക്സെട്ര. ഇതാണ് പ്രധാനപ്പെട്ട എന്താ പറയാ മിനറൽ സാൾട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ കുറവുണ്ടായാലോ അയണിന്റെ കുറവ്, ഇത്തരം കാൽസ്യം ഡെഫിഷ്യൻസി അതുപോലെ തന്നെ അയഡിൻ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് എന്തൊക്കെ അസുഖങ്ങളാണ് നമുക്ക് ഉണ്ടാവുക? കാൽസ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാവുക? ആരെങ്കിലും ഉണ്ടോ?
കയ്യും കാലും വേദനയൊക്കെ ഉണ്ടാവില്ലേ കാൽസ്യം കുറവ് വന്നാല്? കാൽസ്യം കുറവുണ്ടെങ്കിൽ കാലുവേദന, കുട്ടികൾക്കെല്ലാം കാലുവേദന ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കാലുവേദന ഉണ്ടാവും അല്ലെ? എല്ലിനെയും പല്ലിനെയും ഒക്കെ ബാധിക്കും. എല്ലിനെയും പല്ലിനെയൊക്കെ ബാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുക? അത് നമുക്ക് കുട്ടികളിൽ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ? അയൺ ഡെഫിഷ്യൻസി, തല ചുറ്റല്, അനീമിയ, അമ്പിളി പറയാം. ഒരാളോട് ചോദിക്കാല്ലേ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. വിളർച്ച ഉണ്ടാവും. മുഖത്തൊക്കെ ഇങ്ങനെ വെള്ളപ്പാട് വരും. മുഖമൊക്കെ വെള്ളത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റുമല്ലേ? പിന്നെ ബ്ലഡിന്റെ കുറവ് ബോധക്ഷയമൊക്കെ സംഭവിക്കാം. ബോധക്ഷയമൊക്കെ സംഭവിക്കാം. ഒരു ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് തോന്നി, ക്ഷീണം, തലകറക്കമൊക്കെ. അയഡിൻ ഡെഫിഷ്യൻസി എന്തോ ഇനി അമ്പിളി പറയണ്ട. എന്താണ് പേര്? ഐഷത്ത് റൈഹാന. ഓക്കെ. അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാവുക കുട്ടികളിലായാലും വലിയവരിലായാലും? അയഡിൻ തല ചുറ്റൽ, ഒന്നിനും ഉന്മേഷം ഇല്ലാത്തത്, അങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്കുണ്ടത്. അയഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ? ഗോയിറ്റർ അതല്ലേ? അതെ തന്നെ, ഗോയിറ്റർ അയഡിൻ ഡെഫിഷ്യൻസി ആണ് കേട്ടോ. നമ്മുടെ എന്താ പറയാ, ഭയങ്കരമായിട്ട് നമ്മുടെ കഴുത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് വീർത്തിരിക്കുന്നത് കാണാം. പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് അത് കാണപ്പെടുന്നത്. അതൊക്കെ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്തരത്തില് പല നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് പല ഡെഫിഷ്യൻസിയും ഈ ഒരു മിനറൽ സാൾട്സിന്റെ അഭാവം മൂലം ഉണ്ടാകാം. ഇപ്പൊ പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറയുന്നത്, മിനറൽ സാൾട്സിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ബട്ടർ ഉണ്ട്, മിൽക്ക്, ചീസ്, ഫിഷ്, എഗ്, മീറ്റ്, ലിവർ, പൈനാപ്പിള്, ഗ്രൗണ്ട് നട്ട്സ്. ഇത്രയും കാര്യമാണ് ഇതിനകത്ത് വരുന്നത്, മിനറൽ സാൾട്സിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ. അടുത്തത് വൈറ്റമിൻസ് ആണ് കേട്ടോ. വൈറ്റമിൻസ് ഒരാൾ വായിക്കുക. ആരാ വായിക്കുക? It is a very important for health and well-being. ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ എന്ന് പറയുന്നത്. They are shown in small quantities in various food items. ചെറിയ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഒത്തിരി ക്വാണ്ടിറ്റി നമുക്ക് വൈറ്റമിൻ കാണാൻ പറ്റും. വൈറ്റമിൻസ് ആർ 2 types. വൈറ്റമിൻ എന്ന് പറയുന്നത് 2 ടൈപ്പാണ്, ഫാറ്റ് സോളുബിൾ ആൻഡ് വാട്ടർ സോളുബിൾ വൈറ്റമിൻസ്. പിന്നെ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആർ എ, ഡി, ഇ, കെ. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് എ, ഡി, ഇ, കെ ആണ്. They are only found in fatty food and absorbed only where there is fat. അപ്പോൾ എന്താണ്? They are only found in fatty food. ഇതൊക്കെ ഫാറ്റി ഫുഡിനകത്ത്, ഫാറ്റി ഫുഡ് ഒത്തിരി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അത് വലിച്ചെടുക്കുന്നു. വൈറ്റമിൻസ് ബി ആൻഡ് സി ആൻഡ് അതർ വൈറ്റമിൻസ് ആർ വാട്ടർ സോലുബിൾ. വൈറ്റമിൻ ബിയും സിയും എന്ന് പറയുന്നത് വൈറ്റമിൻസ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. ഓക്കെ. അപ്പോ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ആരോഗ്യത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വൈറ്റമിൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേ ആർ ഷോൺ ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ വേരിയസ് ഫുഡ് ഐറ്റംസ്. നമുക്ക് ചെറിയ അളവിലാണ് എന്ത് കാണാൻ പറ്റുക? വൈറ്റമിൻസ് കണ്ടന്റ് ഓരോ ഫുഡ് ഐറ്റംസിലും കാണാൻ പറ്റുക. വലിയ അളവിലുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ചെറിയ രീതിയിലാണ് നമ്മുടെ ശരീരം എന്ത് ചെയ്യുക? അത് ഇൻടേക്ക് ചെയ്യുക. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നമ്മുടെ ശരീരം എടുക്കുന്നത് പോലെ വൈറ്റമിൻസ് പെട്ടെന്ന് തന്നെ എടുക്കണം എന്നില്ല. സ്ലോലി ആണ് എന്ത് ചെയ്യുക? വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 2 തരം വൈറ്റമിൻസ് ആണ് ഉള്ളത്. ഒന്ന് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസും മറ്റൊന്ന് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസും. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാല്
ADEK ആണ് ഫാറ്റ് സൊല്യൂബിൾ. അതായത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ ADEK. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കൊഴുപ്പിലാണ് ലയിക്കുന്നത്. ഓക്കെ, കൊഴുപ്പിലാണ് ലയിക്കുന്നത് ഈ ഒരു ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ B ആൻഡ് C എന്ന് പറയുന്നത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ആണ്, അത് വെള്ളത്തിലാണ് ലയിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ വേറൊരു ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം ഡിഫറൻസ് മനസ്സിലാവും. These are the key differences between fat soluble and water soluble vitamins. കാണുന്നുണ്ടോ ടേബിള്? കാണുന്നുണ്ട് മിസ്. കാണുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതി ഒന്ന് എടുക്കണം കേട്ടോ നിങ്ങള്. ഞാൻ ആദ്യം പറഞ്ഞു തരാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതി എടുത്താൽ മതി. വലുതായിട്ട് കാണുന്നില്ല. വലുതായിട്ട് കാണും. ഞാൻ സൂം ചെയ്തേക്കാണ്. നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റുമോ തോന്നുന്നു? സൂം ചെയ്യാം. സൂം ചെയ്ത് നോക്കിയോ? ഓക്കെ, ഇപ്പൊ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്, ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റോറേജ് ആണ് ആദ്യം വരുന്നത്. അതിനകത്ത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ സ്റ്റോറേജ് എന്താണ്? നോട്ട് സ്റ്റോർഡ് ഇൻ ദ ബോഡി. എക്സസ് വിറ്റമിൻസ് ആർ എക്സേർട്ടഡ് ഇൻ യൂറിൻ. ഞാൻ പറഞ്ഞു വൈറ്റമിൻ BC എന്ന് പറയുന്നത് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ആ വൈറ്റമിൻസ് എത്തുന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. അധികമായിട്ട് വരുന്ന വൈറ്റമിൻസ് എന്ത് ചെയ്യുന്നു, അതായത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് യൂറിനിലൂടെ പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പോ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ ഒരു പ്രത്യേകതയാണ് അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നില്ല. അധികമായിട്ട് വരുന്ന വൈറ്റമിൻസ് യൂറിനിലൂടെ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഇനി ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ പ്രത്യേകത നോക്കാം നമുക്ക്. സ്റ്റോർഡ് ഇൻ ദ ലിവർ, ഫാറ്റി ടിഷ്യൂസ് ആൻഡ് മസിൽസ്. ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് എന്ന് പറഞ്ഞാൽ നേരെ മറിച്ചാണ്. അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. എവിടെയൊക്കെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ലിവറിൽ, നമ്മുടെ കരളിൽ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റി ടിഷ്യൂസ്, ഫാറ്റി ആയിട്ടുള്ള കലകളിൽ സ്റ്റോർ ചെയ്യുന്നു. നമ്മുടെ മസിലുകളിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? രണ്ട് പോയിന്റ് ക്ലിയർ ആണോ? ഇതിന്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അബ്സോർബ്ഡ് ഡയറക്ട്ലി ഇൻടു ദ ബ്ലഡ് സ്ട്രീം വിത്ത് വാട്ടർ. അതായത് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് വാട്ടറിലൂടെ ബ്ലഡ് സ്ട്രീമിലേക്ക് നേരിട്ട് അബ്സോർബ് ചെയ്യും. ഓക്കെ, വാട്ടറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് സ്ട്രീമിലേക്ക് നേരിട്ട് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. എന്നാൽ ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് എന്ന് പറയുന്നത് അബ്സോർബ്ഡ് വിത്ത് ഡയറ്ററി ഫാറ്റ്, കൊഴുപ്പിലൂടെ, നമ്മുടെ ശരീരത്തിന്റെ കൊഴുപ്പിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ വലിച്ചെടുക്കുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തത് വൈറ്റമിൻസ്. ഏതൊക്കെ വൈറ്റമിൻസ് ആണ് വരുന്നത് നമുക്കറിയാം. നോക്കിയേ, വൈറ്റമിൻ C ആൻഡ് B ആൻഡ് C ആണ് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ. അതിനകത്ത് തന്നെ B1, B2, B3 നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. B6, B12 ഇത്തരം വൈറ്റമിൻസ് ആണ് വാട്ടർ സൊല്യൂബിൾ എന്ന് പറയുന്നത്. ദെൻ ഫാറ്റ് സൊല്യൂബിൾ എന്ന് പറയുന്നത് വൈറ്റമിൻസ് ADEK. ഓക്കെ, ദെൻ അടുത്തത് ടോക്സിസിറ്റി ആണ്. ലോ റിസ്ക് ഓഫ് ടോക്സിസിറ്റി ആസ് എക്സസ് ലെവൽസ് ആർ എക്സേർട്ടഡ് ഇൻ ത്രോ ഡയറ്റ്. അതായത് ഇതിന്റെ എന്ന് പറഞ്ഞാല് ഇത് വെള്ളത്തിലൂടെ പുറത്ത്, അതായത് നമ്മുടെ യൂറിനിലൂടെ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഇത് സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ എന്താണ്, അധികമായിട്ട് സ്റ്റോർ ചെയ്താലുള്ള പ്രശ്നങ്ങൾ, ഇതിന്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് വളരെ ലോ റിസ്ക് ആണ്. ഏത്, വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ. എന്നാൽ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ നമുക്ക് നോക്കാം. ഹൈ റിസ്ക് ഓഫ് ടോക്സിസിറ്റി ആണ്. കാരണം നമ്മുടെ ലിവറിലും അതുപോലെ തന്നെ മറ്റു ശരീരഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
അടിഞ്ഞുകൂടുന്നുണ്ട്. അപ്പൊ അധികമായാൽ എന്താണ് പ്രശ്നമാണ്, ഹൈ റിസ്ക് ആണ് ഇതിന് ഉള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആവശ്യം എപ്പോഴൊക്കെയാണിത്, അതായത് ഡേ ത്രോ ഡയറ്റ്, നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എന്ത് ചെയ്യാം, ഇത് ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട്, ആവശ്യം ഇല്ലാത്തത് പുറത്തേക്ക് തള്ളുന്നുണ്ട്. ദെൻ അടുത്തത് നോക്കാം, ഈ ഒരു ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ ഫ്രീക്വന്റ്ലി സ്റ്റോർഡ് ഇൻ ദ ബോഡി ഫോർ ലോങ്ങർ പീരീഡ്. അതായത് ഈ ഒരു വൈറ്റമിൻ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാല് കുറെ കാലത്തേക്ക് അല്ലെങ്കിൽ കുറെ നാളുകളിലേക്ക് ലോങ് പീരീഡിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസിൽ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് മെറ്റബോളിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷനെ, അതുപോലെ തന്നെ ഇമ്മ്യൂൺ ഫംഗ്ഷനെ, പ്രതിരോധ ശേഷിയൊക്കെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിന്റെ പ്രത്യേകത സപ്പോർട്ട് വിഷൻ, കാഴ്ചയ്ക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. ബോൺ ഹെൽത്ത്, നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഇമ്മ്യൂൺ ഫംഗ്ഷൻ, സ്കിൻ ഹെൽത്ത്, ചർമ്മത്തിന്റെ ആരോഗ്യത്തിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എഴുതിയെടുത്തോ നിങ്ങള്, എഴുതിയെടുത്തോ? ഇല്ല. എഴുതിയെടുത്തോ? മാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മതി, എന്നാലും മതി. എന്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ, ഒന്നെങ്കിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, ഈ എഴുതുന്ന നോട്ട്സ് നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല. എല്ലാത്തിനും നമ്മളങ്ങനെ നോട്ട് ചെയ്ത് തരില്ല. ഇത് ഇത്രയും നമ്മള് നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല, ചെറിയ ക്ലാസ്സിൽ പഠിച്ചതൊക്കെയായിട്ട് കണക്റ്റഡ് അല്ലേ പറയുന്ന കാര്യങ്ങള്. അതെ അതെ. അതുകൊണ്ടാണ് നോട്ട് തരുന്നത് കേട്ടോ. ബാക്കിയുള്ളതിനൊന്നും ഇങ്ങനെ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ തന്നെ നോട്ട് ഉണ്ടാക്കേണ്ട വരേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം ചില കാര്യങ്ങള്, അതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇതായതുകൊണ്ടാണ് സയൻസുമായി റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചിങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ചിലപ്പോ ഈക്വൽ ആയിട്ട് പറയാൻ പറ്റിയെന്ന് വരില്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പറയും, ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും പറയാറുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഇത്രയും എടുത്താൽ മതി. ഞാൻ ഇനി നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ആക്ഷൻ സോങ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാലോ ആക്ഷൻ സോങ് എന്താണെന്ന്. ആക്ഷൻ സോങ് പരിചിതമല്ലെങ്കിൽ, ഫെമിലിയർ അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട പാട്ട് പാടുകയോ ഇഷ്ടപ്പെട്ട സ്റ്റോറി പറയുകയോ അല്ലെങ്കിൽ മിമിക്രി കാണിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. നമ്മൾ എപ്പോഴും അങ്ങനെ ക്ലാസ്സുമായിട്ട് മാത്രം അങ്ങനെ മുമ്പോട്ട് പോയാല് ഒരു രസം ഉണ്ടാവില്ല. മോണ്ടിസോറി ക്ലാസ് റൂം ഇങ്ങനെയല്ല. ഓക്കെ, അപ്പോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ആരാണ് ഫസ്റ്റ് റെഡി ആയിട്ടുള്ളത് പാട്ട് പാടാനോ ആക്ഷൻ സോങ് ചെയ്യാനോ? ഒരു സോങ് പാടാം മാം. നേഴ്സറി റൈംസ് പോരെ മാം? മതി മതി. Johnny, Johnny is Papa, eating sugar, no Papa, telling lie, no Papa, open your mouth, ha ha ha. ഓക്കെ, അടിപൊളി. ലവ്ലി അല്ലേ? Yes ma'am. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി ആരാണ് ചെയ്യാനുള്ളത്? സജിന. സജിന വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ആക്ഷൻ സോങ് ആണോ? അതെ, അത് ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കതാ. അപ്പൊ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതെ അല്ലേ? ഓക്കെ. അപ്പുക്കുട്ടന് പനിയാണ്, മൂടിപ്പുതച്ച് കിടപ്പാണ്, അച്ഛൻ വന്ന് തൊട്ടപ്പോൾ
ആലില പോലെ വിറക്കുന്നു. പെട്ടെന്നോടി അണയട്ടെ, ഡോക്ടറെ വേഗം വിളിക്കുന്നു, മരുന്നും ഗുളികയും കൊടുക്കുന്നു, സൂചികളൊക്കെ കുത്തുന്നു. പോകാൻ നേരം ഇങ്ങനെ വേണ്ടി, തണുത്ത വെള്ളം കുടിക്കരുത്, മണ്ണിലിറങ്ങി കളിക്കരുത്. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ സജിന. ഓക്കെ, ഇനി ആരാണ്? ഞാനൊരു നഴ്സറി റൈം അമ്പിളി എന്ന്. Ding dong bell, pussy's in the well. Who put her in? Little Tommy thin. Who pulled her out? Little Tommy stout. അത്രേ ഉള്ളൂ മിസ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ അമ്പിളി. താങ്ക് യു മിസ്. ഓക്കെ, ഇനി ആരാണ്? ആരെങ്കിലും ഒരു സ്റ്റോറി പറയാമോ? ഇനി സ്റ്റോറി ആരെങ്കിലും പറയാമോ? ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ, ഞാൻ നിർബന്ധിക്കുന്നില്ല, ഏതെങ്കിലും ഒന്ന് ചെയ്യണം. സൗമ്യ ടോണി എന്തെങ്കിലും ചെയ്യാമോ? മിസ്സേ, ഞാനൊരു പാട്ട് പാടാം. പാട്ട് പാടിക്കോളൂ. എന്താ പേര്? സിറ. ആ, ഒന്നെന്ന് പറയും ഒന്നിച്ച് നിൽക്കണം, രണ്ടെന്ന് പറയും കൈ രണ്ടും പൊക്കണം, മൂന്നെന്ന് പറയും മൂക്കൊന്ന് തൊടണം, നാലെന്ന് പറയും നാണിച്ചിരിക്കണം, അഞ്ചെന്ന് പറയും ബെഞ്ചിലിരിക്കണം, ആറെന്ന് പറയും ആടി കളിക്കണം, ഏഴെന്ന് പറയുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം, എട്ടെന്ന് പറയുമ്പോൾ വട്ടം തിരിയണം, ഒമ്പതെന്ന് പറയുമ്പോൾ ഒപ്പത്തിൽ ചൊല്ലണം, പത്തെന്ന് പറയുമ്പോൾ പത്തോട്ടം പറയണം, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. താങ്ക് യു മിസ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു ആക്ഷൻ സോങ് പോലെ ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ? വീഡിയോ ഓണാക്കാൻ വീഡിയോ ഓണാക്കാൻ പറ്റിയാണ് അല്ലേ? അതുകൊണ്ടാണ്. ഇതിനകത്ത് ആരെങ്കിലും യോഗ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ടോ? മുമ്പ് ചെയ്തിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ ചെയ്യുന്നില്ല. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ചെയ്യാനായിട്ട്? എന്തെങ്കിലും പ്രാണായാമം പോലുള്ള ബ്രീതിങ് എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും? പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട്, മുഴുവനായിട്ട് അറിയില്ല. എന്താണ് ലവ്ലി? ചെയ്തുള്ളൂ, മുഴുവനായിട്ട് അറിയില്ല. സജിന എന്താ പറഞ്ഞത്? സജിന സൂര്യ നമസ്കാരം ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ, കോളേജിലൊക്കെ പഠിച്ച സമയത്ത്. ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്യാമോ? ഇപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സിൽ സൂര്യ നമസ്കാരം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ലവ്ലി ചെറിയ എന്തെങ്കിലും ഒരു യോഗാസനം എന്തെങ്കിലും ചെയ്യാമോ? വളരെ ചെറുത്, സിമ്പിൾ ആയിട്ടുള്ളത് ഒന്ന് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ. നമുക്കൊന്ന്, എന്നെ കാണുന്നുണ്ടോ മാം? ഞാനൊന്ന് പിൻ ചെയ്യട്ടെ കേട്ടോ. കാണുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ലേ എന്നെ? മാമിനെ കാണാം. ഓക്കെ മാം, നമുക്ക് ശ്വസന ക്രമത്തിലുള്ള യോഗയാണ്. വൺ സൈഡ് നോസ് അടച്ചു പിടിച്ചിട്ട്, റൈറ്റ് സൈഡ് നോസ് അടച്ചു പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് നോസിൽ കൂടെ നമുക്ക് ബ്രീത്ത് ചെയ്യാം. എല്ലാവരോടും കൂടി ഒന്ന് പറയൂ, എന്നിട്ട് എല്ലാവരും ഒന്ന് ചെയ്യൂ. ലവ്ലി, എല്ലാവരും കൂടി ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കൂ എങ്ങനെയാണെന്ന്, എന്നിട്ട് ചെയ്യാം. റൈറ്റ് സൈഡ് നോസ് തമ്പ് കൊണ്ട് അടച്ചു പിടിച്ചിട്ട് നമ്മുടെ റിങ് ഇടുന്ന വിരല് തമ്പ് ലെഫ്റ്റ് നോസിൽ കൂടെ നമ്മൾ ബ്രീത്ത് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാം. ദെൻ
take some time, then stop, next left nose അടച്ചു പിടിച്ചിട്ട് റൈറ്റ് നോസിൽ കൂടെ പുറത്തേക്ക് വിടാം. അങ്ങനെ 10 times ചെയ്യാം. അത് നമ്മുടെ മനസ്സിനും നല്ലതാണ്, നമ്മുടെ ബ്രെയിനിനും നല്ലതാണ് അത്. ഓക്കെ, താങ്ക് യു. Okay, thank you. Then ഇനി Miss- ആരെങ്കിലും മിസ് ഞാൻ സ്റ്റോറി പറയാം. സ്റ്റോറി പറഞ്ഞോളൂ ഐശ്വര്യ. മിസ് എന്റെ പേര് ഐശ്വര്യ എന്നല്ല, അത് മോളുടെ പേരാണ്, ശ്രുതിയാണ് എന്റെ പേര്. ശ്രുതി. ഓക്കെ. Good morning, respected teachers and my dear friends. My name is Shruti Suresh. Today I am going to tell you a story. My story name is Monkey and the Cats. One day there were two cats, Minnie and Tinny. On the way, they found a piece of bread. Minnie says, "This is my bread." And Tinny says, "No, this is my bread." They push and pull. They push and pull. They caught and fought. A big fat monkey saw these cats. He jumped from the tree and took the bread away and ran very fast. So the moral of the story is, if you will keep fighting, others will take benefit. Thank you. Have a good day. Thank you. Then anybody? ആരെങ്കിലും ഉണ്ടോ ഇനി? നേഴ്സറി റൈംസ് അല്ല, രേണു എന്താ ചെയ്യുന്നേ? നേഴ്സറി റൈംസ്. ഓക്കെ. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും വരും കേട്ടോ. ഫിലിം സോങ്സ് പാടാമോ? പാടാം, അതിനെന്താ? വലിയ കഴിവൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പാടാം. ഓക്കെ. ചെമ്പരത്തി പൂവേ ചൊല്ല്, ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഘോഷം. ചെമ്പരത്തി പൂവേ ചൊല്ല്, ദേവനു നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യവും. കോവിലിൽ പോയി ദൂരെ നാണിച്ചു നിന്നവളെ, വന്നില്ല ചാരത്തു നിന്നില്ല ദേവനിന്ന. ചെമ്പരത്തി പൂവേ ചൊല്ല്, ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഘോഷം. ചെമ്പരത്തി പൂവേ ചൊല്ല്. താഴ്വരയാറ്റിൻ്റെ ആടുവാൻ വന്ന കാറ്റേ, കാലിലെ പാദസരം കാണാതെ പോയതെങ്ങ. താഴമ്പു കാട്ടിലെ ചന്ദന കട്ടിലേലോ ചെമ്പരത്തി പൂവേ ചൊല്ല്, ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഘോഷം. ചെമ്പരത്തി പൂവേ ചൊല്ല്. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. പഴയ കാലത്തിലോട്ട് പോയി. ഞാനൊരു പഴയ സ്റ്റുഡന്റ് ആണ് മാം, എനിക്കൊരു 48 ഏജ് ഉണ്ട്. അപ്പൊ എനിക്ക് 90s പാട്ടുകളാണ്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പൊ വേറെ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒരു ഹാഫ് നേഴ്സാണെന്ന് പറയാം സത്യം പറഞ്ഞാല്. ഒരു നേഴ്സിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു. ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, നേഴ്സിംഗ് കംപ്ലീറ്റ്. അപ്പൊ ഞാൻ പാറ്റ്നയിലാണ് ചെയ്തതേ, ബീഹാറിലാണ് ചെയ്തത്. ഇപ്പൊ ഞാൻ അപ്പൊ ആ സമയത്ത് അവിടെ എക്സാം ഇല്ലാണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പൊ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു +2 മാത്രമേ ഉള്ളൂ. ഡിഗ്രി ചെയ്തതാണ്, ബോട്ടണി ചെയ്തതാണ്. പക്ഷെ അതും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നേഴ്സിങ്ങിന് കിട്ടിയത് ഇവിടെ പാറ്റ്നയിൽ. അപ്പൊ അത് ചെയ്തു പകുതി ആയപ്പോഴേക്കും അവിടെ എക്സാം ഇല്ല എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് തിരിച്ചു പോരേണ്ടി വന്നു. ഞാനിപ്പോ ഒരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ട് എനിക്ക്. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് ഗ്രാൻഡ് ചൈൽഡ് ഉണ്ട്, മോനുണ്ട്. മോനിപ്പോ ജോലിയിലായിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാനാണ് ഏജ് ഇതിനകത്ത്. അപ്പൊ എനിക്കൊരു ആഗ്രഹം, ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നൊരാഗ്രഹം. പക്ഷെ എനിക്ക് സാധിക്കുമോ, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല. ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ.
ഓക്കെ. താങ്ക് യു നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് എന്താ പറയാ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ നമ്മുടേതായിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് അതിനൊരു അവസരം എന്തായാലും ദൈവം കൊണ്ട് തരും. ആ ഒരു അവസരമായിട്ട് ഇതിനെ കാണാം. ഓക്കെ. അതാണ് എല്ലാവരും ഇതുപോലെ തന്നെ പല ആളുകളും ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഞാനാണ് ഏറ്റവും ഏജ്ഡ് എന്ന് എനിക്ക് തോന്നണു. ഇല്ല, എന്താ പറയാ, ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് ശരിക്കും പറഞ്ഞാല് ഏജ് എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു ക്യാൻസർ സർവൈവറും കൂടിയാണ് മാം. ഒരു വർഷമായിട്ട് 1 വർഷത്തിന് മുമ്പ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, 8 കീമോ എടുത്തു. അതെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റി. അപ്പൊ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് സർവൈവ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഇതും എനിക്ക് പറ്റും ദൈവത്തിന്റെ കൃപ കൊണ്ടെന്ന് വിശ്വസിക്കണം. ഓക്കെ മാം, താങ്ക് യു. എല്ലാവർക്കും പറ്റും. ഓക്കെ, നിങ്ങളോട് എല്ലാവരും കൂടിയാണ് പറയുന്നത്, നമുക്കൊരു സ്വപ്നമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുക. പ്രകൃതി നമ്മുടെ കൂടെ ഉണ്ടാവും. പൗലോ കൊയ്ലോ പറഞ്ഞ വാക്കുകളാണിത് കേട്ടോ. അപ്പോ വീട്ടിലൊരിക്കലും ഒതുങ്ങി കൂടരുത്. പണ്ടത്തെ കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, വീട്ടിൽ പട്ടത്തിരി പടക്കരയിച്ച് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമൊക്കെ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കാനുള്ളവരല്ല, പുറത്തേക്ക് അല്ലെങ്കിൽ അരങ്ങത്തേക്ക് വരാനുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഓക്കെ, അപ്പോ അതിന് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഉപകാരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാമെന്ന്. ജിഷ മിസ്സിന് വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ജിഷ മിസ്സിന് തീരെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ടാണ് എന്നോട് എടുക്കാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു 2 ദിവസം മുൻപ് എന്റെ ക്ലാസ് പിള്ളേർക്ക് ഓൾറെഡി ഞാൻ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു. അശ്വിനി പ്ലീസ് ഓക്കെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് തന്നെ ഇത്രയും ഇതായിട്ട് തിയറി പോലെ അല്ലെങ്കിൽ ബൈഹാർട്ട് പോലെ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞാല് നമുക്കധികം പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു ചാപ്റ്റർ അടുത്ത ക്ലാസ്സിലും കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു. സൈൻ അപ്പ് ഉണ്ടോ? യെസ് മാം. പറഞ്ഞോളൂ കേട്ടോ. Okay ma'am. Good morning everyone. I am Shruti Suresh and it is my privilege to deliver the sign out for today's class about the nutrition class. I would like to extend our heartfelt gratitude to our distinguished teacher. Your insights on the class of nutrition have enriched discussion. I would also like to thank Rachel for prayer, Anjima for today's signing, Tessie for today's thought. To our batchmates, thank you for your active participation and engagement throughout the class. Thank you. Okay, thank you. So നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. Okay, thank you so much. Okay, thank you, miss. Thank you, ma'am. Thank you, ma'am.